ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പേരി ഉണ്ടാക്കിയാലോ. നമ്മുടെ കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ കൊടുത്തുവിടാൻ പറ്റും. അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉപ്പേരി. ഈ ഒരു ഗ്രീൻ പീസ് ഞാൻ ഓവർനൈറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു രാവിലെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ കുക്കറിൽ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒരു 2 വിസിലിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ വെന്ത് കിട്ടും. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്, അത്യാവശ്യം നന്നായി വെന്ത് കിട്ടും വേണം, എങ്കിലേ ആ മസാല നന്നായി പിടിക്കുള്ളൂ. അപ്പോൾ ഇതേപോലെ വെന്ത് കിട്ടണം നന്നായിട്ട്. കുക്കറിൽ കടലയുടെ ഒപ്പം വെള്ളം വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് വേവിച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, കാരണം നമ്മൾ തലേദിവസം വെച്ചതാണല്ലോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിന് ഉണ്ടാക്കാനായിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോയി, പ്രത്യേക ടേസ്റ്റ് അല്ലേ. മൺചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടിയ ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കരിഞ്ഞു പോവരുത്. മൺചട്ടിക്ക് പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് അടി പിടിക്കും. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ബ്രൗൺ കളർ മൂത്ത് പോകേണ്ട ആവശ്യമില്ല, എങ്കിൽ നന്നായി അത്യാവശ്യം കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണം, അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് വരണം കേട്ടോ. അതുവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് കടുക് പൊട്ടിയ ശേഷം ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് എരി വേണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ ഉണക്കമുളക് ചേർക്കാത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള എങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1 ഇനി 2 സവാളക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാളക്ക് ഇഷ്ടമുള്ളവർക്ക്, മസാല കുറച്ച് അധികം വേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, നമ്മൾ ബിരിയാണിക്ക് ഉണ്ടാക്കുന്നത് പോലെ കളറ് ഗോൾഡൻ കളറൊന്നും ആവണ്ട, പക്ഷെ നന്നായി വാടി കിട്ടണം. ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, നമ്മൾ ഓൾറെഡി കടല വേക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് നോക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഉപ്പേരിയായിട്ട് ഉപയോഗിക്കാം, നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഇനി നിങ്ങൾ കറിയായിട്ട് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് ഇത് ഒരു കറിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളി നന്നായി വാടിയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവരുത്, പക്ഷെ വാടിയ കളർ ആവണം കേട്ടോ. വാടിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ മീറ്റ് മസാലയാണ്. ഇനി ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്, കുറച്ച് അധികം തന്നെ ചേർത്തിട്ടുണ്ട്, കാരണം നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തുള്ളൂ. പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം അതും കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തത് കൊണ്ട് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഒരുപാടാവരുത്. പിന്നെ നമ്മൾ പൊടികൾ ഇട്ട് ഇളക്കുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനുണ്ട്, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓൾറെഡി ഞാൻ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അല്ലെങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മതി പൊടികൾ മസാല ഇടൽ കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാതും നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു പച്ചമുളക് പോയ ശേഷം എന്ത് ചെയ്യുക, നമ്മൾ കടല വേവിച്ച് വെച്ചുള്ള കടല ഇതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട്, എങ്കിലേ ഉള്ളൂ ഈ മസാല, നമ്മൾ ഉണ്ടാക്കിയ മസാലയും കടലയും കൂടി ഒന്നിച്ച് മിക്സ് ആയിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ജസ്റ്റ് ഈ വെള്ളം ഒഴിക്കാതെ അങ്ങനെ കഴിക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ചെറിയ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, തണുത്ത വെള്ളം ഒഴിക്കരുത്. ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, എത്രയും വെള്ളം, ജസ്റ്റ് ആ മസാലയ്ക്ക് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം കേട്ടോ. എന്നിട്ട് നന്നായി അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇളക്കി കൊടുത്ത് നന്നായി വേവിച്ചെടുക്കുക, പെട്ടെന്ന് തന്നെ ആവും. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ ഒന്നും മറക്കരുതേ.